ഗുഡ് മോർണിംഗ്. സോ ഇന്ന് അഗെയിൻ സെയിം റുട്ടീനാണ്. രാവിലെ തന്നെ മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് ഈ ഒരു വാട്ടർ. സോ അമ്മയും ഇന്ന് പപ്പയ്ക്ക് ലീവുള്ള ദിവസമാണ്. സോ അവർ എന്തോ ഫിഷൊക്കെ ക്ലീൻ ചെയ്യാൻ, ഞങ്ങൾ മിനിഞ്ഞാന്ന് പോയിട്ട് ഫിഷ് മേടിച്ചില്ലേ, സോ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തോ കരിമീൻ പോലത്തെ ഒരു ഫിഷ് കേട്ടോ, അതേമാതിരി തോന്നി, എനിക്കറിയില്ല അതാണോ എന്ന്. കാണിച്ചു തരാം. അവരവിടെ എന്തൊക്കെയോ ചെയ്യണ്ട അത് വെച്ചിട്ട്. ഫിഷാണ്, ഫിഷ്. ഇത് 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 കരിമീന, കരിമീന്റെ കുടുംബത്തിലാണ്. ഇത് എന്തിനുള്ളതാ? ഇത് മസാലക്കുള്ളതാവും അല്ലേ? വട. അപ്പൊ രാവിലെ വട. അപ്പടെ ഒരു ഫേവറേറ്റ് ടാസ്ക് ആണിത്, ഈ ഫിഷിനായിട്ടുള്ള കളി. ഫിഷിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കണ്ടുണ്ട്. ആ കണ്ട് 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 നല്ല പൂണ്ടായിട്ട്. ഇതാരാന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങളുടെ നാട്ടിലത്തെ വീട്ടിലെ നെയ്ബേഴ്സാണ്, ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ നെയ്ബേഴ്സാണ്. അവർ ഞങ്ങളെ ഇടയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ വീടും പറമ്പൊക്കെ കാണിച്ചു തരും. അവർ ഭയങ്കര രസമാണ്, ഇടയ്ക്കൊക്കെ വിളിക്കും. അപ്പം അതാണ് കണ്ടത്. ട്രാക്ക് പരീക്ഷിച്ചതാ, പക്ഷെ അത് സക്സസ്ഫുൾ ആയില്ല. അതിന് വെള്ളം കുറവ് വേണം, എന്നാലേ നടക്കുള്ളൂ. എന്നിട്ട് ഇതിന് മുഴുവൻ എണ്ണ കറ്റി കൊടുക്കണം. എന്താ അമ്മ? ഇത് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ. എൻ്റെ ഫേവറേറ്റ് ആണ്. മൈ മമ്മി ഈസ് മേക്കിംഗ് പരിപ്പ് വടാന്ന് എപ്പോഴും വരും. ഉഴുന്ന് വട. ഈ ചിന്നുവിന്റെ ഉഴുന്നുവടയിൽ ചിന്നു അത് ഒരു ഉഴുന്നുവട ഇട്ടിട്ടുണ്ട്. ഞാനിട്ട് ഉഴുന്നുവട ഇതാണ് കേട്ടോ. അത് ഞാനൊരു ഹാക്ക് ട്രൈ ചെയ്തതാണ്. സ്പൂണിന്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ മാവ് ഇട്ടിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇടുന്നത്. പക്ഷെ ഈ മാവ് കുറച്ചുകൂടി തിക്ക് ആവണമായിരുന്നു, എന്നാൽ ആ ഹാക്ക് വർക്കൗട്ട് ആവുമായിരുന്നു. ബട്ട് ഇത് അമ്മ കൈ കൊണ്ടിട്ടുന്നതാണ്. കൈ കൊണ്ടിട്ടിട്ട് ഇത്ര പെർഫെക്റ്റ് ആവുന്നു. അമ്മ സൂപ്പർ. എന്റെ അമ്മ സൂപ്പറാ. വരൂട്ടാ. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അടുത്തത് ഞങ്ങൾ ചെറുതെടുക്കണം, വലുതുള്ളൂ. ഓ ചൂട്. ഇതില് റവ ഉണ്ടല്ലേ? ക്രിസ്മി വടയി. പപ്പ ഓവറാക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പ്ലീസ് ഓവറാക്കല്ലേ. ദിസ് ഈസ് ഫോർ വട, ഓൺലി ഫോർ ദ ഇതൊരു അട, ഒരു വട, ഒരു പഴംപൊരി, ഒരു വട. ഫ്രൈഡേ സ്പെഷ്യൽ. ഞാനിപ്പോൾ റെഡി ആയിട്ട് എങ്ങോട്ടാ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ റെഡി ആയിട്ട് പോകുന്നത് എൻ്റെ വ്ളോഗിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞങ്ങൾ കോയിൻസിഡൻ്റലി മീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അവൻ എന്നെയും ഫാമിലീനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തു ഡിന്നറിനും ലഞ്ചിനൊക്കെ കൂടിയിട്ട്. അപ്പോൾ നമ്മൾ അവനെ മീറ്റ് ചെയ്യാനാണ് പോണത്. പക്ഷെ അമ്മയും പപ്പയൊന്നും ഇല്ല, ഞാനും ഭാവിയും കൂടിയിട്ടാണ് പോണത്. സോ ഞാൻ അതിന് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്, ഉടുപ്പൊക്കെ ഇട്ടിട്ട്. I was trying not to make you conscious about me taking the vlog. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ പോകാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആളിത്തിരി ഷൈ ആണ്. അപ്പം ക്യാമറ ഷൈ ആണ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് റെസ്റ്റോറൻറ്റിലാണ് ലഞ്ച് കഴിക്കാൻ. ഒരു യമനി റെസ്റ്റോറൻറ്റിലേക്കാണ് കൊണ്ടുപോയത്. ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓക്കെ. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് യമനി റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. അപ്പം അവന് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടൊക്കെ നല്ല പരിചയമുണ്ട്. അപ്പം ഹി ഓർഡേർഡ് സുർബിയാൻ്റെ ചിക്കനും മട്ടൻ 2 പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത്. സോ ഇറ്റ് വാസ് റിയലി ഗുഡ് ആൻഡ് ഇറ്റ് വാസ് ആ ഫസ്റ്റ് ടൈം. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് സെർവ് ചെയ്തത് ഈ മട്ടൻ സൂപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ലെമൺ പീസസും ചട്നിയും ആണ് സെർവ് ചെയ്തത്. ഹൗ ഇസ് ഇറ്റ്? ഗുഡ്. ഇറ്റ്സ് എ മട്ടൻ സൂപ്പ്.
Nice. My tongue got burned. तीन प्लेट दे दो। हाँ 3 प्लेट। चिकन किधर है? चिकन किधर है? ഈ മീൽ സുർബിയ എന്നാണ്. ഞാൻ ശരിക്കും ഇത് വിചാരിച്ചൊരു മന്തി ടൈപ്പായിരിക്കും ഈ ഒരു റൈസും ചിക്കനും എന്ന്. പക്ഷേ ഇത് ആ ഒരു മട്ടൻ്റെ മീറ്റ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ടെൻഡറായിരുന്നു. റൈസും അത്ര വലിയ റൈസ് അല്ലായിരുന്നു. നല്ല ലൈറ്റ് മസാലയായിരുന്നു, എന്നാൽ നല്ല ഫ്ലേവർഫുള്ളായിരുന്നു. പിന്നെ ഇതാണ് ഈ റെസ്റ്റോറൻറ്റ് പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാൻ ഈ വോയിസ് ഓവർ ഇടുമ്പോൾ ഞാൻ ഇനി അതിൽ നോക്കിയിട്ട് വേണം. ഈ സെക്കൻഡ് സ്പോട്ട് ഞങ്ങൾ വന്നത് ഇങ്ങനെ ഈ ഹുക്ക ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അവിടെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം അവൻ ചോദിച്ചു ട്രൈ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇല്ല പറഞ്ഞപ്പോൾ നമുക്കന്ന് അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആളിതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ആളാണ്. ഹീ ഈസ് യൂസ് ടു ഇറ്റ്. അപ്പോൾ എൻ്റെയും ഭാവിയുടെയൊക്കെ ഫസ്റ്റ് ടൈമാണ്. ഭാവി ഫസ്റ്റ് ടൈം അല്ല, എന്നാലും ഒരു വട്ടം എന്തോ ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ടൈമായിരുന്നു. സോ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളിത് ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് ഞാൻ നന്നായി വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് now we are going to where? Mia Park. ഇനി നമ്മൾ മിയ പാർക്കിലേക്കാണ് പോകുന്നത്. മിയ പാർക്ക്. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് ഞാൻ പോകുമെന്ന് അറിയില്ല. ബട്ട് ഇങ്ങനെ ആൾ പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഗെയിംസ് ഒക്കെ കളിക്കാൻ പോകാമെന്ന്. നമുക്ക് നോക്കാം, സമയപരിമിതികൾ കാരണം. Really? I don't know. What Tim? It's alcohol or no? There is one aquarium. Serious? Sky. What skyscraper? What is skyline? What is it? നമ്മൾ രാത്രി പോകുന്ന സ്ഥലമാണ് ഇത്. പകല് കാണാൻ ഇങ്ങനെയായിരിക്കും. Hello guys, you can see here Dubai. This is the aquarium, underground aquarium. Old Doha port, which is now made into aquarium. Okay, so now we are going to go there and see, and it's free and No, it's not free actually for non-Qatar ID. I think so. He said it's free, you don't need Qatar ID, he said. You can see shark, blue whale. Blue whale? No, just kidding. Yeah, we are searching for parking. Unfortunately, no parkings are available. Only parks are available. Wow. Just kidding. അപ്പോൾ നമ്മൾ ഇന്ന് look at me fully tanned, but I'm happy. Today we are നമ്മൾ ഈ അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. സോ ആക്ച്വലി ഇത്രയും സണ്ണി ആയിട്ട് ഞങ്ങൾ പുറത്ത് പോകുന്നത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട്. ഞാൻ വന്നിട്ട് അങ്ങനെ പൊതുവെ ഞങ്ങൾ ഈവനിങ് ടു നൈറ്റ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ വരാറ്. അപ്പം ആക്ച്വലി ഈ ഒരു വെയിൽ നല്ലതാണ്. എനിക്ക് എന്തായാലും വൈറ്റമിൻ ഡി വളരെ മോശമാണ്. സോ okay, we are going. No, that's okay. Daddy is cool.
ഇതെന്താ ഇലമീന? Then it's all this. Okay. You have 100 rupees. You have 100 rupees. And one elephant costs 10 rupees. Okay. One elephant. ഞങ്ങളുടെ ഇന്നത്തെ ഔട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇത് തിരിച്ച് വീട്ടിലവൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അവൻ അവൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അവനത് അമ്മയെ തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ One kitchen, one washroom. Same. He told 2001 of them. I told by हमारे आदमी ऐसा वैसा. Then he told 1800. Then like not yours, not mine. 1700. He will be done. They told okay, come to. Okay, auntie. Thank you. Thank you. okay. Bye bye. Thank you. Bye. Bye bye. സി മണം ഇല്ല ഇല്ല അതല്ല നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം. നിങ്ങളെന്ത് ചെയ്യും? ആകെ നീ അത് കഴിക്കണേ. അപ്പോൾ പപ്പ അവനെ ഡ്രോപ്പ് ചെയ്യാം. അവൻ്റെ കാറിന് എന്തോ ഒരു പ്രശ്നമായിട്ട് അതെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് നമ്മുടെ കാറിലാണ് ഫുള്ള് ഞങ്ങൾ കറങ്ങിയതൊക്കെ. അപ്പോൾ അവനെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പപ്പ പോയിരിക്കുകയാണ്. അപ്പോൾ പപ്പ വന്നു കഴിഞ്ഞാൽ നമ്മളെന്തൊക്കെയാണ് ചെയ്യാൻ പോണത്? നമ്മൾ ഇന്ന് ഫുഡ് കഴിച്ചതിൻ്റെ കുറച്ച് ബാക്കി ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ നിന്ന്. അപ്പോൾ അത് പപ്പയും അമ്മയും കുറച്ച് അവർ ഡിവൈഡ് ചെയ്ത് കഴിച്ചോളും. പിന്നെ ഒരു ഫിഷ് ബാർബിക്യൂ ഒക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയിലാണ് അല്ല അമ്മ? അപ്പോൾ ഫിഷ് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി ഇന്ന് ചില്ല് ചെയ്യാനാണ് ഇന്നത്തെ പ്ലാൻ. കാരണം ഇന്ന് ഡേ ടൈമൊക്കെ ഞങ്ങൾ കുറച്ച് കറങ്ങിയല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇനിയിപ്പോൾ കറങ്ങണ്ട എന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. ഇവിടെ എന്താണ് നടക്കുന്നത് ഗൈസ്? ഫിഷ് അൽഫാം. ഓക്കേടാ ബുദ്ധ. ഓക്കെ എന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് എന്റെ വക അൽഫാമാണ്. ഫിഷ് അൽഫാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിക്ക് വട്ടായി. ഉമ്മ കൊടുക്കട്ടെ ഞാൻ എൻ്റെ അമ്മയ്ക്ക്. ഉമ്മ കൂര് പൊട്ടിച്ചിട്ട് നോക്ക്. ഇത് മനുഷ്യനാണ്. ഇതെന്ത് ചിക്കനാണ്. ഞങ്ങള് ഡിന്നർ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഫിഷ് അൽഫാം ഒക്കെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ്. ഇതാ ഫിഷ് അൽഫാം, പൊറോട്ട, ചപ്പാത്തി, സാലഡ് എല്ലാം റെഡിയാണ്. സോ കഴിക്കട്ടെ. ഫിഷ് അൽഫാം കാണിക്കണം സ്പെഷ്യലായിട്ട്. ഇഷ്ടമായി. മട്ടൻ കൊണ്ടോ അതിൽ പപ്പട കൂടി മടക്കിട്ടോട്ടോ ഞാൻ കടിക്കണം. അങ്ങനെ കഴിക്കില്ല, ഉള്ളില് ലിക്വിഡ് പോലെ തരാം. അപ്പൊ ഇങ്ങനെ കടിച്ചോ, അത് കടിച്ചോ, അങ്ങനെ കുറച്ചതാക്കി കടിച്ചോ. അപ്പൊ അത് വരും. കടിച്ചു കഴിഞ്ഞാൽ കിട്ടൂല, ആ ക്രീമും കിട്ടണം. ക്രീം കഴിക്കണം. സൈഡ് അടിക്കും, ക്രീമിന്റെ കൂടെ അടിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. സാഫ്രന്റെ ടേസ്റ്റ് ഉണ്ട് അല്ലേ? പക്ക കുങ്കുമം. ഇത് സാധാ നോർമൽ കുക്കി, ചോക്ലേറ്റ് നോർമൽ കുക്കി.
പപ്പക്ക് ഒരു പീസ് വെച്ചാണ് അത് എല്ലാത്തിൽ നിന്ന് എല്ലാതും എല്ലാം ടേസ്റ്റ് ചെയ്യണം. ഇത് പിസ്ത കഴിച്ചത് നിനക്ക് ഇഷ്ടമാവും. ഇത് ഇഷ്ടമായെങ്കിലാണ് നിന്നെ മറ്റോടത്ത് ഉണ്ടാവുള്ളൂ. ഹലിയില് കുറച്ച് ആ ലിക്വിഡും കഴിക്കണം. പിസ്ത അതുകൊണ്ടല്ലേ എന്നാ നിങ്ങളെ മറ്റോടത്ത് എന്തായാലും ഇഷ്ടമായെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോകുള്ളൂ. പിസ്തയുടെ ഫ്ലേവർ അല്ലല്ലോ. ടേസ്റ്റ് ഉണ്ടല്ലേ? മമ്മി അമ്മ 1 വീക്ക് ഉണ്ട് ഇമോഷണൽ ആവാൻ. നോ മോർ ഇമോഷണൽ. എന്താണ് സേഫ് ആയിട്ട് ഇരിക്കണമെന്നുള്ള അമ്മയ്ക്ക്. അമ്മ ആരൊറ്റ പ്രാർത്ഥന ഇതുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് അമ്മ പ്രാർത്ഥിക്കണ ഒന്നുമില്ല, മറ്റേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ മമ്മി ഉറങ്ങാത്തത്? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. സന്തോഷം ഞാൻ തിന്ന് തീർക്കും. ഞങ്ങളൊക്കെ സന്തോഷം കൂടുമ്പോൾ സ്നേഹം കൂടുമ്പോൾ ഒക്കെ ഇങ്ങനെയാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ അട്ട കുത്തി കിടന്നുറങ്ങും. അതെ ഗൈസ്, എൻ്റെ മക്കളുടെ കൂടെ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അത് എനിക്ക് ഒത്തിരി വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനി ഉറങ്ങാൻ തന്നെ തോന്നുന്നില്ല. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കഴിയണ്ടെന്നുള്ള തോന്നലാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് രാത്രി മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്യും ഉറങ്ങാതെ. ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നേരം വെളുക്കുമല്ലോ, അതുകൊണ്ട്. അയ്യോ ഞങ്ങൾ സ്നേഹിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ, ഡോണ്ട് മൈൻഡ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അമ്മയൊക്കെ ഒന്ന് ഇമോഷണലായി. പപ്പ കുറച്ച് ന്യൂസൊക്കെ പോയി കണ്ട് പപ്പയ്ക്ക് കുറച്ച് സ്നേഹം കൊടുത്ത് ഇതാ മമ്മി സൈഡായി. ഇനി ഞാനും സൈഡാവാൻ പോവാണ്. സോ നാളെ കാണാം, കൂടുതൽ വിശേഷങ്ങളും ഉണ്ടാവും. സോ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. അൻറ്റിൽ ദെൻ ബൈ.